هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സത്യ വിശ്വാസികളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സദാസമയവും ജീവിതത്തിൽ പാലിച്ചും പകർത്തിയും മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സലഫ്, സലഫി, സലഫിയ്യത്ത്, മൻഹജുസ് സലഫ്, സർവസാധാരണമായി നമ്മൾ കേട്ടുവരാറുള്ള ചില പദങ്ങളാണ് ഇതെല്ലാം. സലഫി മസ്ജിദ് എവിടെയാണ്? ഇന്ന സ്ഥലത്താണ്. ഓ സലഫിയാണ്. അല്ലെങ്കിൽ സലഫിന്റെ മാർഗം മൻഹജ് അനുസരിച്ച് ജീവിക്കുന്നവനാണ്, അഥവാ മൻഹജു സലഫ്. ഇത് നമ്മൾ സർവസാധാരണമായി കേൾക്കുന്നതാണ്. എന്നാൽ ആത്യന്തികമായി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഞാൻ ഒരു സലഫിയാണ് എന്ന് പറയുമ്പോൾ നീ അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് സലഫികളുടെ മസ്ജിദാണെന്ന് പറയുമ്പോൾ ആ സലഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരെ? അതല്ലെങ്കിൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പോരെ? അതല്ലെങ്കിൽ മാപ്പിളമാർ എന്ന് പറഞ്ഞാൽ പോരെ? ഓരോ പള്ളിയാണ്. ഇതെല്ലാം സംശയങ്ങളാണ്. മുസ്ലിം പള്ളി എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ സലഫി പള്ളി, സലഫിന്റെ പള്ളി? അതിന്റെ ആവശ്യം എന്താണ്? ആവശ്യമുണ്ടോ? അല്ലേ? ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റിയുള്ള ഒരു വിശകലനമാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സലഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭാഷാപരമായി അതിന്റെ അർത്ഥം എന്താ? മുൻകടന്നവർ അല്ലെങ്കിൽ മുൻകടന്നവൻ എന്നാണ്. മാ തഖദ്ദമ എന്നാണ് അതിന്റെ നേരെ ഭാഷാന്തരം ചെയ്തിട്ടുള്ളത്.
ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് ശയ്യാവലംബിയായി മരണാവസ്ഥനായി കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂൽ പറഞ്ഞു, വലാ അറാനി ഇല്ലാ വഖദ് ഹളറനി വഖദ് ഹളറ അജലി. ഫാത്തിമ, എൻ്റെ അവധി ഏകദേശം അടുത്തതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് നീ അല്ലാഹുവിൽ തഖ്വയുള്ളവളായിരിക്കണം. നീ റബ്ബിനെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. വസ്ബിരി, നീ ക്ഷമിച്ചോ. പിതാവ് എന്ന നിലയിൽ, നബി എന്ന നിലയിൽ, ജനങ്ങൾക്ക് ഇമാമ് എന്ന നിലയിൽ ഞാൻ മരണപ്പെട്ടേക്കാം. വസ്ബിരി, ആ സമയത്ത് മകളാകുന്ന നീ ക്ഷമ അവലംബിച്ചു കൊള്ളണം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഇന്നഹു നിഅമസ്സലഫു അനലകി, ഫഇന്നഹു, തീർച്ചയായും കാര്യം, നിഅമസ്സലഫു, ഈ മുൻകടക്കുന്ന ഞാൻ എത്രയോ നല്ലവൻ, അനലകി, നിന്നെ സംബന്ധിച്ച് ഞാനാണ് ഏറ്റവും മാതൃകയായി മുൻകടക്കുന്നവൻ, അഥവാ നേരത്തെ മരിച്ചു പോകുന്നവൻ. അവിടെ സലഫ് എന്ന പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? മുൻകടക്കുക, നേരത്തെ മരിച്ചു പോവുക, മുൻകൂട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് ഭാഷയിൽ അർത്ഥം. എന്നാൽ മതത്തിന്റെ സാങ്കേതികമായ ഉപയോഗത്തിൽ, മതത്തിന്റെ ഇസ്തിലാഹിയായ ശബ്ദത്തിൽ സലഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? അബൂ ഹാമിദുൽ ഗസ്സാലി തന്റെ ഇൽജാമുൽ അവാം എന്ന ഗ്രന്ഥത്തിൽ പറയുകയുണ്ടായി, ഹും അസ്സഹാബ. സലഫ്, സലഫി അല്ല, സലഫ് എന്ന് പറഞ്ഞാൽ ഹും അസ്സഹാബ, അത് സ്വഹാബത്താണ്. വഅലം, നീ അറിയണം, അന്നൽ ഹഖ്ഖല്ലദീ ലാ മിറാഅ ഫീഹി ഇൻദ അഹ്ലിൽ ബസായിർ, ഉൾക്കാഴ്ചയുള്ള, നല്ല അറിവുള്ള, വിവരമുള്ള പണ്ഡിതന്മാർക്ക് ഇടയിൽ തർക്കമില്ലാത്ത യാഥാർത്ഥ്യമാണ് എന്ത്? ഹുവ മദ്ഹബുസ് സലഫ്, അത് സലഫിന്റെ മാർഗമാണ്. അഅനി മദ്ഹബുസ് സഹാബത്തി വത്താബിഈൻ, സലഫ് എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെയും ശേഷം താബിഈന്റെയും മാർഗമാണ്. അപ്പൊ രണ്ടാശയായി. ഒന്ന് സലഫ് എന്നാൽ സഹാബത്ത്, മദ്ഹബു സലഫ്, മൻഹജു സലഫ്, രണ്ടും അർത്ഥം ഒന്നാ. എന്ന് പറഞ്ഞാൽ സലഫിന്റെ, സഹാബത്തിന്റെ മാർഗം. അപ്പൊ സലഫ്, സലഫ് എന്ന് പറഞ്ഞാൽ അത് സഹാബത്തിന്റെ മാർഗമാണ്. എന്തുകൊണ്ട് അത് അങ്ങനെയാകുന്നു? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറുൻ നാസ് ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഖൈറുൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയവർ, ഏറ്റവും ഉത്തമർ, ഏറ്റവും നല്ലവർ, ഏറ്റവും ശ്രേഷ്ഠവർ, ഖർനി, ഞാൻ ജീവിക്കുന്ന തലമുറയാണ്, എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനോട് തുടർന്ന് വന്നവർ, പിന്നെ തൊട്ടടുത്ത തലമുറ. ഇങ്ങനെ രണ്ടു വട്ടം പറഞ്ഞു. ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ സഹാബത്തിന്റെ, റസൂലുള്ളാഹി ജീവിച്ചു, സഹാബത്ത് അടക്കം റസൂലിനെ കണ്ടു പഠിച്ചു. ആ സഹാബത്തിൽ നിന്ന് താബിഈകളും തബഉ താബിഈകളും അവരെ പ്രവർത്തിച്ചു, ആചരിച്ചു, വിശ്വസിച്ചു, അനുഷ്ഠിച്ചു കാണിച്ചു തന്ന ആ പാതക്കാണ് മൻഹജുസ് സലഫ്, സലഫിന്റെ മാർഗം എന്ന് പറയുന്നത്. ആ വിഭാഗം സഹാബത്തിനാണ് സലഫ് എന്നും പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? സലഫി എന്നാണല്ലോ. ഓ സലഫിയാണ്, അല്ലെങ്കിൽ സലഫി പള്ളിയാണ്. സലഫു പള്ളി എന്ന് പറയല്ല,
സലഫി മസ്ജിദ്. അപ്പൊ സലഫി എന്ന് പറഞ്ഞാൽ ആരാ? ഈ സഹാബത്തിന്റെ മാർഗം അതേ പ്രകാരം പിന്തുടർന്നുകൊണ്ട് വിശ്വാസത്തിലും കർമ്മത്തിലും ഇബാദത്തിലും അഖീദയിലുമെല്ലാം ആ മാർഗം അവലംബിക്കുന്നവനാണ് ഞാൻ. അതല്ലാണ്ട് സൽഫി പള്ളി വരുന്നു എന്ന അർത്ഥത്തിലല്ല, സൽഫി പള്ളി നിസ്കരിക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിലല്ല. ഞാൻ സലഫിയുൻ അഥവാ സഹാബത്തിന്റെയും താബിഈകളുടെയും മാർഗം. അഥവാ മാർഗം എന്ന് പറഞ്ഞാൽ വിശ്വാസം, തൗഹീദ്, സുന്നത്ത്. തൗഹീദ്, സുന്നത്ത് ബേസിക്കലായിട്ട്, പിന്നെ ആഖിറവിശ്വാസം. ഇതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ നാട്ടിലെ മാപ്പിളാറെ കൂട്ടത്തിലല്ല ഞാനൊരു നാടൻ മുസൽമാൻ അല്ല. നാട്ടിലെ കാനേശുമാരി മാപ്പിള അല്ല. ഉറപ്പ്. അതാണ് ഞാൻ സലഫി എന്ന് പറഞ്ഞാൽ. അന സലഫിയുൻ, ഞാൻ സലഫിന്റെ സഹാബത്തിന്റെ അഖീദ ഉൾക്കൊള്ളുന്നവനാണ്. അതിനല്ലേ സ്ഥാനമുള്ളൂ, അതിനല്ലേ സ്വീകാര്യതയുള്ളൂ. അപ്പൊ കാനേശുമാരി മാപ്പിളയിൽ കാസ്റ്റ് ബോധിപ്പിക്കുമ്പം, റിലീജിയൻ കാസ്റ്റ് ബോധിപ്പിക്കുമ്പോൾ ഇസ്ലാം മാപ്പിള അത് എഴുത്തിൽ മാത്രമാണ്. ഇസ്ലാം മാപ്പിള നിന്റെ എഴുത്തിൽ മാത്രമാണ്. അത് ഫോറം പൂരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അത്രേ ഉള്ളൂ. ഗവൺമെന്റിൽ ആനുകൂല്യം കിട്ടാണെങ്കിലോ, പാസ്പോർട്ട് എടുക്കണമെങ്കിലോ, സ്കൂളിൽ ചേർക്കണമെങ്കിലോ അതിനാന്ന്. അതല്ല നിന്റെ അഖീദ. നിന്റെ അഖീദ മദ്ഹബു സലഫി സാലിഹ് അഥവാ മദ്ഹബു സഹാബത്തി വത്താബിഈൻ. അതാണ് നിന്റെ അഖീദ, അതാണ് നിന്റെ ഇബാദത്ത്, അതാണ് നിന്റെ ആരാധനകളുടെ കൈഫിയത്ത്. അപ്പോഴാണ് ഒറിജിനൽ സലഫിയുൻ എന്ന്. പിന്നെ ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. എവിടെ പറഞ്ഞു? സൂറത്ത് തൗബ 100-ാമത്തെ ആയത്ത്. ഇവിടെ നമ്മൾക്ക് പറയാനുള്ള അതാണ്. ഇവിടെ സർക്കുലറിൽ വന്നിട്ടുണ്ട്, അല്ല ജില്ലാ കമ്മിറ്റി കൂടി പാസ്സാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൗദിയിൽ ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ ബാധകല്ല. ഇവിടെ അൽ ഖുർആൻ വസ്സുന്ന. ഇവിടെ എന്ന് പറഞ്ഞാൽ മദ്ഹബു സലഫുല്, മൻഹജു സലഫുല്. അത് 5-ാമത്തെ മദ്ഹബല്ല, അതൊരു മാർഗമാണ്, അത് ഒരു നയ നിലപാടുകളാണ്. അല്ലാതെ 5-ാമത്തെ മദ്ഹബൊന്നുമല്ല. മദ്ഹബ് 5ഒന്നുമില്ല. മദ്ഹബ് നൂറ്റിക്കണക്കിന് മദ്ഹബുണ്ട്. 4 പിന്നീട് നിലവിൽ വന്നതെന്ന് മാത്രം പോട്ടെ, അതിപ്പോ പറയില്ല, പിന്നെ പറയാൻ. 100-ാമത്തെ ആയത്തിൽ എന്താ അല്ലാഹു ഖുർആനിൽ പറയുന്നത്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. റസൂലുള്ളാഹിന്റെ ഹിജ്റ പോയിക്കൊണ്ടും ആ മുഹാജിരീങ്ങളെ സഹായികളായി ഏറ്റെടുത്തുകൊണ്ടും ഇസ്ലാമിലേക്ക് മുൻകടന്ന ആളുകൾ, വല്ലദീന തബഊഹും അവരെ പിൻപറ്റിയതായിരിക്കുന്ന ആളുകളും, ബിഇഹ്സാനിൻ സുഹൃതം ചെയ്തുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജനിച്ചു എന്നതുകൊണ്ടല്ല. ഈ സാബിഖീങ്ങളായ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മാർഗം സുഹൃതം ചെയ്തുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് അവരുടെ യഥാർത്ഥ പാതയെ പിൻപറ്റിയ ആളുകൾ റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടു. വറളു അൻഹു, അവർ അല്ലാഹനെ തൃപ്തിപ്പെട്ടു. ഇവിടെ എന്തേ പറഞ്ഞ്? മുഹാജിരീന വൽ അൻസാർ. പിന്നെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല നിലയിൽ സുഹൃത്തങ്ങൾ ചെയ്തുകൊണ്ട് ആ സഹാബത്തിന്റെ മാർഗത്തിലൂടെ പിന്നീട് പിൻപറ്റി 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 വരുന്നവർ, അവരെ അല്ലാഹ് തൃപ്തിപ്പെടുന്നു. അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അവർക്ക് അല്ലാഹു തയ്യാറാക്കി വച്ചിരിക്കുന്നു. അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഇത് വമ്പിച്ച സൗഭാഗ്യവുമാണ്. ദാലിക്കൽ ഫൗസുൽ അലീം. ഇത് വമ്പിച്ച സൗഭാഗ്യവുമാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ സഹാബത്ത് അല്ലാഹ് തൃപ്തിപ്പെട്ടു. അതിലാർക്കപ്പെട്ട് മുഹാജിറുകൾ, അൻസാറുകൾ. പിന്നെ അവരെ നന്മയിൽ പിൻപറ്റിയവർ. ആ പിൻപറ്റിയവരായിരിക്കണം നമ്മൾ. അല്ലാണ്ട് നാട്ടിൽ നടക്കുന്ന എല്ലാം തീരാന്നറിഞ്ഞിട്ട് എല്ലീറ്റിലും പോയി തലട്ട്
എല്ലേ ഉറൂസിലും, എല്ലേ റാത്തീവിലും, എല്ലേ ചന്ദനക്കുടത്തിലും, എല്ലേ ആനച്ചാട്ടത്തിലും, എല്ലേ തവളച്ചാട്ടത്തിലും പോയി പങ്കെടുത്തെങ്കിൽ ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഓ മുസ്ലിം എന്ന് ജനറൽ മാപ്പിള എന്ന് പറയാ. സഹാബത്തിന്റെ പിൻബല അതിലുണ്ടാവില്ല, ഇല്ലെന്ന് ഉറപ്പ്. കാരണം എന്താ? വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അപ്പൊ കാര്യം വ്യക്തമായി. അപ്പൊ പിന്നെ ഇതിന് മറ്റു പേരുകൾ പറയപ്പെടാറുണ്ട്. അതെങ്ങനെ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നും അഹ്ലുൽ ഹദീസ് വൽ അസർ എന്നും തായിഫത്തുൽ മൻസൂറ എന്നൊക്കെയുള്ള പേരുകൾ പണ്ഡിതന്മാരും ചിലതൊക്കെ ഹദീസിലും വന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയും. അതെന്താ? തായിഫത്തുൽ മൻസൂറ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കുന്ന, വിജയിക്കുന്ന കക്ഷി എന്നർത്ഥം. അഹ്ലുൽ ഹദീസ് വൽ അസർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും ഹദീസും മൻസൂറായ ഹദീസുകൾ വെച്ച്, അഥവാ നബിയിൽ നിന്ന് ആക്ഷേപനിരതമായ വഴിയിലൂടെ തെളിയിക്കപ്പെട്ട ഹദീസ് വെച്ചുകൊണ്ട് അമൽ ചെയ്യുന്നവർ എന്ന നിലയിൽ അഹ്ലുൽ ഹദീസ് വൽ അസർ എന്ന് പറയും. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇതല്ലാന്ന് ആരെ മാർഗം? സഹാബത്തിന്റെ മാർഗം. അത് മറ്റൊരു മാർഗം അല്ല. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, വഅമ്മാ അഹ്ലുസ് സുന്ന, അപ്പോൾ അഹ്ലുസ് സുന്ന എന്ന് പറയുന്നത് ഫഇന്നഹും യർളൗന അമ്മൻ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെയും അവർ അള്ളാനെയും തൃപ്തിപ്പെട്ട കൂട്ടത്തിലാണ്. ഇവിടെ നമുക്കൊരു സംശയമുണ്ട്. നമ്മളെ നാട്ടിൽ നിന്നാ പിന്നെ കുറെ അഹ്ലുസ് സുന്നത്ത് ഉണ്ടല്ലോ. അഹ്ലുസ് സുന്നത്ത് കുറെ ഉണ്ട്. അതെങ്ങനെ അഹ്ലുസ് സുന്നത്താവല്? അതാ കൃത്യമായിട്ട് ഇനി മനസ്സിലാക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിച്ചുകൊണ്ട് ഉള്ള കക്ഷിയാണ്. അത് നീ ഒരാളാണെങ്കിലും ശരി, വൈൻ കുൻത വഹ്ദക്, നീ ഒരാളെ ഉള്ളൂ, എന്നാൽ നീ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആണ്. ഖൈറുൻ നാസി ഖർനി എന്ന് പറയുമ്പോ അങ്ങോട്ട് നമ്മൾ തിരിച്ചു പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ഉമ്മത്ത് 72 കക്ഷിയാണ്. അലാ സിൻതൈനി വസബഈന ഫിർഖ. ശ്രദ്ധിക്കുക, ഈ അഹ്ലുസ് സുന്ന എന്ന് പറയുമ്പം ഇനി പറയുന്ന കാര്യം അവരിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. അതിനാണ് ഈ ഹദീസ് പറയുന്നത്. ഞങ്ങൾ അഹ്ലുസ് സുന്നയാണ് എന്ന് പറയുന്നവരിൽ ഇനി പറയുന്ന സംഗതി ഉണ്ടോ ഇല്ല എന്ന് പരിശോധിച്ചാൽ ആരാ പുറത്ത് ആരാ അകത്തുനിന്ന് മനസ്സിലാവും. എൻ്റെ ഉമ്മത്ത് 72 വിഭാഗം. ആള് പറയും, എന്തെന്നട മുജാഹിദ് സലഫി കുറേ എണ്ണം, സുന്നി കുറേ എണ്ണം, തബ്ലീഗ്, ജമാഅത്ത്, അങ്ങനെ തരീഖത്ത്, ഹക്കീക്കത്ത്, ഇങ്ങനെ എല്ലാം കൂട്ടി എന്തെന്നാണ് നമ്മുടെ അവസ്ഥ. ഇനി ബേജാറായിട്ട് കാര്യമില്ല. നിന്റെ ബേജാറിന് ഒരു സ്ഥാനവുമില്ല. നിനക്ക് ഏതെങ്കിലും കക്ഷി ചേർന്ന് നിൽക്കണോ? ഇനി നടന്നോ? അത്രേ ഉള്ളൂ ആ ബേജാറിന്റെ അർത്ഥം. ആ ബേജാറിന് അത്രയേ അർത്ഥമുള്ളൂ. ഇവിടെ 72 കക്ഷി ആകുമെന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. അപ്പൊ ഇതാ ആണ്ടിക്കോ? അതാവാണ്ടിക്കോ? ആണ്ടിക്കൂല. എന്നിട്ട് പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, ഒന്നൊഴികെ മുഴുവൻ നരകത്തിലാണ്. ഇനി ആ കക്ഷി ആരാ? അപ്പോഴാണ് നമ്മളെ നാട്ടിലെ അഹ്ലുസ് സുന്നത്ത് ആരാന്ന് തിരിയൽ. ഏത് അഹ്ലുസ് സുന്ന എന്നൊരു പേരും ഇതിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അത് നമ്മളെ നാട്ടിൽ കേൾക്കുന്ന അഹ്ലുസ് സുന്ന എല്ലാം ഇപ്പം മനസ്സിലാവും. അതെങ്ങനെയാന്ന്? ഇല്ലാ വാഹിദ, ഒന്ന് ഒഴികെ. ഏതാണ് ആ കക്ഷി എന്ന്? അഥവാ നരകത്തിൽ പോവാത്ത സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു കക്ഷി ആരാണ് എന്ന് ഞാനോ നിങ്ങളോ പറയണ്ട, സംഘടനയും പറയണ്ട. റസൂൽ പറഞ്ഞോട്ടെ, മാ അന അലൈഹി അൽയൗമ വസഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബത്തും ഏതൊരു നിലപാടിലാണോ ആ നിലപാടിലുള്ള ആളുകളാണ് ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി. ഇപ്പൊ റെഡിയായില്ലേ? സംശയം തീർന്നില്ലേ? ഇന്ന് പറഞ്ഞാല് ഏപ്രിൽ 27-ാം തീയതി അല്ല മാർച്ച് 27-ാം തീയതി അല്ല. റസൂൽ അത് പറയുന്ന അന്ന്, അന അലൈഹി അൽയൗം, ഞാനിത് റസൂലുള്ളത് പറയുന്ന അന്ന്
ഞാനും അഥവാ റസൂലും എന്റെ സഹാബത്തും ഏതൊരു വിശ്വാസമാണോ, ഏതൊരു അഖീദയാണോ, ഏതൊരു ഇബാദത്തിലാണോ, ഏതൊരു രീതിയിലാണോ, ഏതൊരു മന്നജിലാണോ അത് അവലംബിക്കുന്നവർ. അപ്പൊ കൃത്യമായി. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ട എന്താ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് ഒരുത്തം പറയാന്നെങ്കിൽ ഓൻ ചോദിക്കേണ്ടത്, അല്ല റസൂലുള്ള പറഞ്ഞല്ല അന്ന് ഞാനും എന്റെ സഹാബത്ത് നിലകൊള്ളുന്ന അന്ന് റസൂൽ പറഞ്ഞ അന്നാണത് പറഞ്ഞത്. അതിലിപ്പോ ഉറൂസ് ഉണ്ടാ, അന്ന് ആണ്ട്രാത്തീവ് നേർച്ചുണ്ടാ, പോത്തർക്കലുണ്ടാ, ചന്ദനക്കുടണ്ടാ, ആനുണ്ടാ, അമ്പാരിണ്ടാ, വെടിമരുന്നുണ്ടാ, നിലവിളക്കുണ്ടാ, തൊട്ടുമുത്തലുണ്ടാ, സുജൂദയ്യലുണ്ടാ, തവാഫ് ചെയ്യലുണ്ടാ. കബറിന് തവാഫ് എന്ന കഅബയിലെ തവാഫല്ല പറയുന്നത്, ഇവിടെ തവാഫ് നല്ലതാണ്. അല്ലയോ അന്നുണ്ടാ? ഉണ്ടാ? ഉണ്ടാ? ഇല്ല. പിന്നെ എങ്ങനെ ഇന്നത് ദീനാവല്? പിന്നെ എങ്ങനെ അത് ഇന്ന് മതത്തിന്റെ ഭാഗമാവൽ? അതാണ് മാ അന അലൈഹി അൽയൗം വഅസ്ഹാബി റവാഹു അബൂ ദാവൂദ്. ഇവിടെയാണ് നമ്മുടെ പ്രസക്തി, അഥവാ സലഫിന്റെ പ്രസക്തി. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ആ കാലത്തുണ്ടായ എല്ലാവരും നിങ്ങൾ പിൻപറ്റണം എന്നല്ല പറഞ്ഞത്. അവിടെ മൻഹജിയായ ഇത്തിബാ, അഥവാ നന്മയിൽ നല്ല നിലയിൽ റസൂലുള്ളാഹിന്റെ അതേ അഖീദയും സഹാബത്തിന്റെ അഖീദയും അനുസരിച്ച് ജീവിച്ചവർ. അതില് ഇന്ന് ഞാനും എന്റെ സഹാബത്തും റസൂൽ പറയുന്ന കൂടുതൽ ഇതുണ്ടാ? ഇല്ല. അന്ന് പിന്നെന്താ ഉള്ളത്? അന്ന് അൽ മാ വാഫഖൽ കിതാബു വസ്സുന്ന, ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ സംഗതി കൃത്യമായി. നമ്മൾ ആരെയും നരകത്തിലാക്കാനും സ്വർഗത്തിലാക്കാനും പോണ്ട. നമ്മളെ വിശ്വാസം അന്നത്തതാണോ? നമ്മുടെ നമസ്കാരത്തിന്റെ രൂപം അന്നത്തതാണോ? നമ്മുടെ ഇടപാടുകൾ, എഗ്രിമെന്റുകൾ, കാര്യങ്ങളൊക്കെ അന്നേ രീതിയിലുള്ളതാണോ? എന്റെ പ്രാർത്ഥന അന്ന് റസൂൽ ദ്വാരുന്ന അതേപോലെയാണോ? അതല്ല ഞാൻ വേറെ അവിടെ കാര്യത്തുണ്ടോ? അത് നോക്കിയാൽ മതി. തർക്കം കഴിഞ്ഞ് ഇല്ലേ? തർക്കം അവസാനിച്ചില്ലേ? തർക്കം അവസാനിച്ചു. അതാണ് വളരെ ക്ലിയറാണ്. കാരണം ദീൻ അങ്ങനെയാണ്. മതമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ബുദ്ധിമുട്ടും ഇടങ്ങേറും ആകെക്കൂടെ കുലുമാലും കെട്ടിമറിയും ഒന്നുമില്ല. മാ അന അലൈഹിൽ യൗം വഅസ്ഹാബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അന്ന് ജിന്നുമില്ല. അത് മനസ്സിലാക്കണം. അത് സാന്ദർഭികമായി മനസ്സിലാക്കണം. അന്ന് ജിന്നുമില്ല. ഗായിബായ ജിന്നിന് ഹാലറായി സങ്കല്പിച്ച് എന്നിട്ട് ജിന്നിന്റെ പരിധിയിൽ പെട്ടത് ജിന്നിനോട് ചോദിച്ചിട്ട് ഇടങ്ങേറാവുന്ന ഒരു വിഭാഗം. അല്ല ഇവിടെ ഇല്ലല്ലേ ചോദിക്കാൻ, അല്ല ലീവിന് പോയതാണ്. എന്തെന്ന് ഇതൊക്കെ എവിടെന്ന് ഭരിച്ചു കൊണ്ടുവന്നതെല്ലാം എന്ത് സലഫിയോ? ഖലഫിയാണ്. സലഫി അല്ല, ഖലഫി. ഇനി ഖലഫി എന്നാ പറയാ. സലഫ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ സാധനം ഉണ്ടാ? ഇല്ല. ഇങ്ങനെ വാദം ഉണ്ടാ? ഇല്ല. മാ അലൈഹി അലൈഹി അല്യോ എന്ന് പറയുമ്പോ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. ആരും ചോദിച്ചോ? അല്ല നബി ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അതിലിങ്ങനെ ദ്വാരം നോയിക്കൂടെ? അവരെ കൈവിൽ പെട്ട കാര്യം ഇതല്ല. എന്താണെന്നറിയാം, ഓരോരുത്തരും ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അത് സ്ഥാപിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോന്ന് പടച്ചുണ്ടാക്കുക. അതിന് സലഫ്, സലഫിയത്ത്, സലഫി എന്ന് പറയില്ല. കാരണം അത് സലഫിന്റെ അഖീദയുമായി ബന്ധമില്ല, സലഫിന്റെ മന്നജുമായി ബന്ധമില്ല, മൻഹജ് സലഫിയത്തുമായി അതിന് ഒരു തരിമ്പ് പോലും ബന്ധമല്ല. ഏതുപോലെ മെയ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ജിന്നെ രക്ഷിക്കണേ, രണ്ടും കണക്കാണ്. രണ്ടും കണക്കാണ്. ഗായിബോ ഹാദിറോ ഖാദിറോ ഹയ്യോ എന്തെന്നായാലും കണക്കൂട്ടിയാലും വേണ്ടിയില്ല. പറയുമ്പോ എല്ലാ കാര്യം തീർത്ത് പറയണല്ല. അപ്പൊ സലഫ് എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ മാർഗമാണ്. അന്ന് ഞാനും എൻ്റെ സഹാബത്തും. അല്ലാത്ത വഴികള് 72 ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹ് അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഒന്നേ സ്വർഗത്ത് പോവും, ബാക്കി നരകത്ത് പോവും. അന്ന് നരകത്ത് പോകുന്ന വഴികളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ സഹാബത്തിനെ ഉപദേശിച്ചു. ആ ഭാഗം കേട്ടോ? ഫഇന്നഹു, നിശ്ചയമായും കാര്യം, മൻ യഇശ് മിൻകും, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം.
എന്നാ പിന്നെ ആ കാണുന്നതിന്റെ പിന്നാലെ ഇനി പോലാന്ന്. പുതിയ പുതിയ കക്ഷികളും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അതിന് പിന്നാലെ പോരാ. വയ്യാക്കും വയ്യാക്കും, നിങ്ങൾ ജാഗരൂകരായിരിക്കണം. പുത്തൻ കാര്യങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ അതിൽ നിങ്ങൾ ജാഗ്രതയായിരിക്കണം. എല്ലാ പുതിയതും അനാചാരമാണ്, എല്ലാ അനാചാരവും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കുമാണ്. അതെന്തായി? ഒന്ന് മാത്രം സ്വർഗ്ഗം. അത് സഹാബത്തിന്റെ വഴിയാണ്, മൻഹജുസ് സലഫ്, ഒരു സംശയമില്ല. ആ വഴിയിൽ പോകുന്നവന് മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുള്ളൂ. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അല്ലാത്തത് മുഴുവൻ നിങ്ങൾ സൂക്ഷിക്കണം, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, ജാഗരൂകരായിരിക്കണം, നിങ്ങൾ നല്ല സൂക്ഷ്മത ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധങ്ങളായ മാർഗങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഉടലെടുക്കാനുണ്ട്, ഇവിടെ പൊട്ടിപ്പുറപ്പെടാനുണ്ട്. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് കാണാം എന്നാ പറഞ്ഞത്. ചിലവൻ പറയും, ഐ എന്തെന്ന് നമ്മളിങ്ങനെ പല കക്ഷികളോ ഒരങ്ങനെ ഇവരിങ്ങനെ, അത് അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ ഉണ്ടാവുന്ന അള്ളാഹുവിന്റെ റസൂൽ. ഇനി അള്ളാഹുവിന്റെ റസൂലിനെക്കാളും വലിയ ആളാവണ്ട. എന്നിട്ട് ഏത് അവലംബിക്കണം എന്ന് നബി പറഞ്ഞില്ലേ? ഏത് മാർഗമായിരിക്കണം എന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങോട്ട് നോക്കിയാൽ മതി. ഇപ്പൊ റമദാൻ കഴിഞ്ഞ് ബദ്രീങ്ങൾ ആണ്ട് കഴിക്കൽ, ബദ്ർ നടന്ന മദീനത്താണ്. അന്ന് പോത്തർത്തിരുന്നോ? അങ്ങോട്ട് പോയാൽ മതി, ഇവിടെ കിടന്ന് തിരിയണ്ടാന്ന്. ഇവിടെ പണ്ഡിതന്മാർ വരുന്നതും കേൾക്കണ്ട, അങ്ങോട്ട് പോവുക. അല്ല, അന്ന് ബദ്ർ റമദാൻ 2 ഹിജ്റ 2-ാം വർഷം റമദാൻ 15-നാണ്. അടുത്ത കൊല്ലം ഉണ്ടായിരുന്നോ? ഇല്ല. അതിൻ്റെ അടുത്ത കൊല്ലം ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാ പിന്നെ ഇപ്പം എങ്ങനെ ഉണ്ടായത്? അത് പിന്നെ കേൾക്കണം. അതൊന്നും ആദ്യം വർത്താനേ ഇവിടെ കേൾക്കേണ്ടതില്ല. അന്നുണ്ടാ? ഇല്ല. എന്നാ വിട്ടെ. വളരെ സിമ്പിളാണ്. നമസ്കാരം കഴിഞ്ഞ് കൂട്ടുപാത്രം ഉണ്ടായിരുന്ന റസൂൽ തിരിഞ്ഞിരുന്നെങ്കിൽ ഇമാമ് ദ്വാരക്കലുണ്ടായിരുന്ന? ഇല്ല. പിന്നുണ്ടായിരുന്ന? ഇല്ല. പിന്നുണ്ടായിരുന്ന? ഇല്ല. അത് പിന്നെ നമ്മൾ അത് പിന്നെ ആ പണ്ഡിതൻ പറഞ്ഞ് ഈ പണ്ഡിതൻ പറഞ്ഞ് വലിയ പണ്ഡിതൻ ആരാ? അള്ളാഹുവിന്റെ റസൂലാ. എന്റെ പ്രത്യേകത എന്താ? വഹ്യ, സാഹിബുൽ വഹ്യ, വഹ്യിന്റെ ഉടമ മുഹമ്മദ് നബി. ഇസ്മത്തുള്ള ആളാണ്, പാപ സുരക്ഷിതനാണ്. ആ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ ഈ ഉമ്മത്തിൽ വേറെ ആരുമില്ല. റസൂൽ മാത്രമേ ഉള്ളൂ. റസൂലിന്റെ ഉമ്മത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇസ്മത്തില്ല. അബൂബക്കർ റളിയല്ലാഹു പോലും ഇസ്മത്തില്ല. ശ്രദ്ധിക്കണം നമ്മൾ. ഇത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. എന്റെ കാലഘട്ടമാണ് മുന്തിയത്, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, അപ്പൊ നിങ്ങൾ ഇന്ന നിലപാടെടുക്കണം, ഈ രീതിയിൽ നീങ്ങണം, ഇന്ന വിശ്വാസമായിരിക്കണം എന്നെല്ലാം റസൂൽ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം വളരെ ഗരീബായ നിലയിലാണ് തുടങ്ങിയത്. എന്താ ഗരീബ് എന്ന് പറഞ്ഞാൽ? അപരിചിതം എന്നൊക്കെ വേണേൽ പറയാം. അപരിചിതം അല്ലെങ്കിൽ അപൂർവം എന്നൊക്കെ വാക്കിന്റെ അർത്ഥം. അത് അതേപോലെ തിരിച്ചു പോകും. ഇപ്പൊ കണ്ടില്ലങ്ങൾ, ഓരോ കൊല്ലങ്ങളിലും മതത്തിന്റെ പേരിൽ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഓരോ ആരാധനാക്രമങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയതാണ് റമദാൻ 27 സലാത്ത് നഗറിൽ നടക്കുന്ന ഒരു പരിപാടി, മിഅ്റാജ് സമ്മേളനം. മിഅ്റാജ് സമ്മേളനം ഇങ്ങനെ അതൊന്നും നമ്മൾ ചെറുപ്പത്തിൽ കേട്ടില്ല, ഒരു 10 കൊല്ലം മുമ്പ് കേൾക്കാത്താന്ന്. അതെങ്ങനെ തുടങ്ങിയാണ്? അതെല്ലാം ദീനാന്ന്. അതിന് കുറെ സലാത്ത്, കുറെ ദ്വാരക്കല്, കുറെ ഫാത്തിഹ ഓതല്, കുറെ വൈലാ ഹദ്റത്തി വിളിക്കല്, കുറെ യാസീൻ ഓതല് റസൂൽ ചെയ്തിട്ടുണ്ടാ? റസൂൽ എന്നാ പിന്നെ എങ്ങനെയാന്ന്? പിന്നെ അതങ്ങനെ പിന്നെന്ത് ബാക്കിയെല്ലാം എങ്ങനെ ഉണ്ടായി? അതുപോലെ ഉണ്ടായി. എല്ലാം തള്ളപ്പെട്ടതാ. അപ്പോൾ സഹാബത്ത്, താബിഈകൾ, നരകത്ത് പോകുന്നത് 72, സ്വർഗത്ത് പോകുന്നു 1. അത് റസൂൽ പറഞ്ഞ മാ അന അലൈഹി വൽ അസ്ഹാബ്, ഞാനും എൻ്റെ സഹാബത്തും ഏത് മാർഗം അവലംബിക്കുന്നുവോ. പിന്നെ ദീനിൽ ദുഷിപ്പ് വരും. അതായി പറഞ്ഞ ഖുറബായികൾ. ആരാണ് ഖുറബായികൾ എന്ന് നബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലദീന, ഒരു കൂട്ടര്, യുസ്ലിഹൂന, അവർ നന്നാക്കും,
മാ അഫ്സദൻ നാസു, ജനങ്ങൾ കേടുവരുത്തിയതിനെ, മതത്തിലില്ലാത്തത് കടത്തിക്കൂട്ടിയും കൊണ്ട് മതമായി ആചരിക്കുമ്പോൾ അത് ചെയ്യല്ല സഹോദര, അത് ദീനല്ല സഹോദര, അത് സുന്നത്ത് അല്ല സഹോദര, അത് ബിദ്അത്താണ് സഹോദര എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഭാഗം അപൂർവരായി, അപരിചിതരായി, കുറഞ്ഞവരായ നിലയിൽ അവസാന കാലം വരെ ഉണ്ടാവും. അവർക്ക് എല്ലാ മംഗളവും അവർക്കാകുന്നു എല്ലാ മംഗളവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖുറബാകളുടെ പണിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പുതിയത് ഉണ്ടാക്കല്ല, ഇത് കേടുപറ്റി ശരിയാക്കി എടുക്കുകയാണ്. ഇപ്പം നമ്മൾ റേഡിയോ വാങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ തകരാറായി, മെക്കാനിക്കിനകത്ത് കൊണ്ടുവന്ന് നേരെയാക്കി ശരിയായിക്കൊണ്ടാണ്, പുതിയ ഉണ്ടായിക്കൊണ്ടാന്നല്ല. അതേമാതിരി എക്സ്ട്രാ ഫിറ്റിങ്സുകൾ കുറേ ദീനിലേക്ക് കടത്തിക്കൂട്ടി ആ ഫിറ്റിങ്സ് ഒക്കെ ക്ലിയർ ആക്കി എടുക്കുന്ന പണിയാണ് ഇസ്ലാഹികൾ, മുസ്ലിഹുകൾ, ഇസ്ലാഹി പ്രസ്ഥാനം. അതിന്റെ അർത്ഥം അതാണ്, നന്നാക്കൽ. എന്ത് നന്നാക്കല്? പുതിയത് ഉണ്ടാക്കലല്ല, ഉള്ളതിൽ ജനങ്ങൾ ഇഫ്സാദ്, ദുഷിപ്പിച്ചു, കേടുവരുത്തി, ബിദ്അത്തുണ്ടാക്കി, ഫിർഖത്തുണ്ടാക്കി, ശിർക്ക് കലർത്തിക്കൂട്ടി, ഇത്തരം കാര്യങ്ങളെ അത് ദീൻ അല്ല എന്ന് ഇസ്ലാഹ് നടത്തി കൊടുക്കുക ജനങ്ങൾക്ക്. യുഫ്സിദൂന മാ അഫ്സദൻ യുസ്ലിഹൂന മാ അഫ്സദന്നാർ, ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കി. അതിലെല്ലാം പെടും. അപ്പൊ നമ്മൾ മതാണോ അല്ലെന്ന് അറിയണമെങ്കിൽ അപ്പറഞ്ഞവർത്തേക്ക് പോയാൽ മതി. മാ അന അലൈഹിയോ വൽ അസ്ഹാബ്, അല്ലെങ്കിൽ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും അന്ന് എങ്ങനെയായിരുന്നോ അതേ ദീനാവും. അതാ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞത്, അന്ന് ദീനാവാത്ത ഒന്ന് ഇന്ന് ദീനാവുകയില്ല, അന്ന് മതമല്ലാത്ത ഒന്ന് ഇന്ന് മതമാവുകയില്ല, അന്ന് അഖീദ അല്ലാത്ത ഒന്ന് ഇന്ന് അഖീദ ആവുകയില്ല, അന്ന് ഇബാദത്ത് അല്ലാത്ത ഒന്ന് ഇന്ന് ഇബാദത്താവുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും വളരെ ലളിതമായിട്ട്. ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, നിങ്ങൾ ഇസ്ലാഹ് നടത്തിയതിന് ശേഷം ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. വദ്ഉഹു, റബ്ബിനോട് നിങ്ങൾ ദ്വാരക്കണം, ഖൗഫൻ, ഭയപ്പാടോടെ, വതമഅൻ, ആഗ്രഹത്തോടെയും. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ, അള്ളാഹിന്റെ റഹ്മത്ത്, അള്ളാഹിന്റെ കാരുണ്യം സുഹൃതവാന്മാരുമായി വളരെ അടുത്താണ്, ഖരീബ്, അടുത്താണ് എന്ന് സൂറത്ത് അഅറാഫ് 56-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഈ ആയത്ത് ഓതിയതിന്റെ ശേഷമാണ് നേരെ മഖാമിലേക്കും മസാറിലേക്കും പോകല്. ഈ ആയത്ത് ഇവിടെ കിടക്കുകയാണ്. അള്ളാഹിന്റെ റഹ്മത്ത് നിന്റെ അടുത്താണോ, നീ അള്ളാഹിന്റെ റഹ്മത്തുമായി അടുത്ത് കിടക്കുകയാണ്, അടുത്തവനാണ് അള്ളാഹ്, നിന്റെ സമീപത്താണ് അള്ളാഹ്, നിന്റെ ഏറ്റവും അടുത്താണ്. ഇതെല്ലാം ഇട്ടേച്ചിങ്ങേറ്റാണ് ഇവന്റെ പ്രശ്നം പറയാൻ വേണ്ടി അങ്ങോട്ട് ഓടുന്നത്. അപ്പൊ പിന്നെ അതിനെന്താ പറയല്? അഹ്ലുൽ ബിദ്അത്തി വൽ ഫിർഖ, അഹ്ലുൽ ബിദ്അത്തി വൽ ഫിർഖ, നേരെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ നേരെ എതിര് അഹ്ലുൽ ബിദ്അത്തി വൽ ഫിർഖ, അനാചാരത്തിന്റെയും കക്ഷിത്വത്തിന്റെയും ആളുകൾ, ഫിർഖത്തുണ്ടാക്കിയ ആളുകൾ. ഫിർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾ. അതാണ് അഹ്ലുൽ ബിദ്അത്തി വൽ ഫിർഖ. അപ്പൊ നമ്മള് വല്ലദീന തബഉഹും ബിഇഹ്സാൻ, സുഹൃതം ചെയ്തുകൊണ്ട് സുഹൃതവാന്മാരായ നിലയിൽ അവരെ പിൻപറ്റുക. ഇവിടെ കാണുന്ന ആരെയും പിൻപറ്റണ്ട. ആ പിൻപറ്റുന്ന ആ മാർഗത്തിനാണ് മൻഹജു അസ്സലഫ് എന്ന് പറയുന്നത്. വളരെ കൃത്യമാണ്, വളരെ ലളിതമാണ്, വളരെ വളരെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യവുമാണ്. ഇതിൽ യാതൊരു വിധേനയുള്ള കടത്തിക്കൂട്ടലോ കോട്ടിമാട്ടലോ നമ്മളെ വക പറയലോ ഒന്നുമില്ല. സ്വർഗത്ത് പോണോ നരകത്ത് പോണോ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടിയാണ്. എൻ്റെ കാര്യം, എൻ്റെ ഓളെ കാര്യം വരെ എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അത് അവള് തീരുമാനിക്കേണ്ടിയാണ്. മക്കളെ കാര്യം അവർ തീരുമാനിക്കാൻ, അവ പറയാ, ഉപദേശിക്കുക. അത് റസൂല് പറഞ്ഞല്ലോ, ഈ സ്വർഗത്ത് പോകുന്നു നരകത്ത് പോകുന്നു എങ്ങനെയാണ് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ. അതുകൊണ്ട് സലഫു സാലിഹ്യങ്ങളുടെ മൻഹജ് അനുസരിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആ രീതിയിൽ മനസ്സിലാക്കിയും കൊണ്ട്, ആ മാർഗം അവലംബിച്ചുകൊണ്ട്, ആ നയനിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, ആ അഖീദയാകുന്ന തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട്, അപ്പൊ ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു ഈ റമളാനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ
അതെല്ലാം നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഖ്ബൂലാവണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും തൗഹീദാകുന്ന ആണിക്കൽ അടിയിൽ വേണം. തൗഹീദാകുന്ന ആ അടിത്തറ അടിയിൽ വേണം. അതിന്റെ മേലെയായിരിക്കണം. അല്ലാത്തവർ തിരുത്തുക. ഇത് ആരോടും ദേഷ്യമുള്ളത് കൊണ്ടോ, ആരോടെങ്കിലും വിദ്വേഷമുള്ളത് കൊണ്ടോ, ഏതെങ്കിലും സംഘടനയെ എതിർക്കാനോ വേണ്ടി പറയുന്നതല്ല. ജനങ്ങൾ സ്വർഗത്തിലേക്ക് എത്തണം എന്ന അതിയായ ആഗ്രഹം കൊണ്ട് മാത്രം പറയുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.